ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബാക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 18 ബുധനാഴ്ചയാണ്. ഞാനിപ്പോൾ ചാണക്യപുരി റോസ് ഗാർഡനിലാണുള്ളത്. നമ്മൾ ഇന്നത്തെ റൈഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഹൈ കമ്മീഷൻ ഓഫ് കാനഡയാണിത്. അപ്പോൾ അങ്ങനെ രാവിലത്തെ റൈഡ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ്. രാവിലെ കണ്ടില്ലേ, ഒരു മൂടിയ അന്തരീക്ഷം. ഇന്നലെ മഴ പെയ്തുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ട്. അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ എന്തുകൊണ്ടും പറ്റിയ സാഹചര്യമാണ്. ഉച്ചകഴിഞ്ഞ് ചിലപ്പോൾ മഴ പെയ്യാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചൂടിന് ശമനമുണ്ട്. പക്ഷെങ്കിൽ ഉഷ്ണമുണ്ട് നല്ലപോലെ റൂമിനുള്ളിലൊക്കെ. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു തണുത്ത അന്തരീക്ഷമാണ്. അപ്പം നമ്മളങ്ങനെ ചാണക്യപുരിയിൽ നിന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് എടുത്തു സിരി ഫോർട്ടിന്. ഊബറിൽ ഇന്നും ഇൻസെൻറ്റീവ് ഉണ്ട്. 250 രൂപ 20 ട്രിപ്പിന് 250 രൂപ ഇന്നത്തെ ഇൻസെൻറ്റീവ്. സൂരജ് ഇവനാണ് ബുക്ക് ചെയ്തത്. ഇവിടെ നിന്നാണ് ബുക്കിംഗ് വന്നത്. जीरो 5502 हाँ. हेलमेट हेलमेट അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. 76 രൂപയാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പിന് കിട്ടിയത്. 8 കിലോമീറ്ററിന്. അപ്പോൾ വന്ന വഴിക്ക് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചതാണ്. പക്ഷെങ്കിൽ ക്യാൻസൽ ആയിട്ടില്ല. അതും 79 രൂപ ട്രിപ്പാണ്. മോർണിംഗ് ടൈമിലുണ്ടല്ലോ കണ്ടിന്യൂ ട്രിപ്പ് വന്നുകൊണ്ടിരിക്കും. ഒരു 12 മണി വരെ. ഇന്നിപ്പോൾ ഇങ്ങനൊരു ക്ലൈമറ്റ് തുടരുവാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം. 250 രൂപ ഇൻസെൻറ്റീവ് എടുക്കണം. ഇൻസെൻറ്റീവ് എടുത്താൽ നമുക്ക് പെട്രോൾ കാശ് അതിൽ ലാഭമാകും. ബാക്കി നമ്മൾ ഓടുന്ന പൈസ നമുക്ക് മിച്ചം. അപ്പം നവീൻ കുമാർ സിംഗ് നെക്സ്റ്റ് ട്രിപ്പ് ഇവിടെ അടുത്ത് എവിടെയോ നിൽപ്പുണ്ട്. വധൂരി ക്യാൻസൽ ചെയ്ത്. അങ്ങനെ 79 രൂപ പോയി. റാപ്പിഡോയിൽ കയറിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആദ്യം വന്ന പാസഞ്ചറിനെ ഞാൻ അവിടെ ഫുഡ് മേടിക്കാൻ വേണ്ടി 2 മിനിറ്റ് നിർത്തി. അതാണ് ഈ ട്രിപ്പ് ക്യാൻസലായി പോയത്. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് 7 രൂപ ക്യാൻസലേഷൻ ചാർജ് കയറിയിട്ടുണ്ട്. 7-8 രൂപ. ചില ആളുകളുണ്ട് നമ്മൾ ലൊക്കേഷൻ എത്തുമ്പം ക്യാൻസൽ ചെയ്ത് വിടും. അങ്ങനെയുള്ളവർക്കുള്ള പണിയാണ് അത്. 7.75 പൈസ നമുക്ക് അങ്ങനെ കിട്ടി. ഊബർ ഇപ്പം വള്ളിക്കെട്ട് ട്രിപ്പെല്ലാം നമുക്ക് തള്ളിവിടും. 4 കിലോമീറ്റർ 5 കിലോമീറ്ററിനൊക്കെ പിക്കപ്പ്. അതുപോലെ ട്രിപ്പുകൾ വന്നുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. ആ ട്രിപ്പ് പോയാലെന്താ, നമുക്ക് അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട്. മിസ്റ്റർ മനീഷിൻ്റെ ട്രിപ്പ്. ഈ ഇണ്ടന്തുരത്തിനകത്തു നിന്നാണ് അടുത്ത ട്രിപ്പ്. ഇങ്ങനെയുള്ള ഉള്ളേരിയയിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ GPS കറക്റ്റ് സമയത്ത് നമ്മുടെ പൊസിഷനിലേക്ക് എത്തത്തില്ല, നെറ്റ്വർക്കിൻ്റെ സ്ലോ കാരണം. അപ്പം നമ്മൾ ഈ റൂട്ട് ഇതിനകത്ത് നോക്കി ആ ഒരു ഐഡിയ വെച്ച് അങ്ങ് പോകണം. ഗളിക്കകത്തൂടെ എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് നോക്കി ഒരു ഐഡിയ വെച്ച് അങ്ങ് പോകണം. GPS പുറകെ വന്നോളൂ നമ്മുടെ ലൊക്കേഷനിലേക്ക്. ഇവിടെയാണല്ലോ അടുത്ത ട്രിപ്പ്. ഇവിടെ ആരെയും കാണുന്നുമില്ല. മനീഷ് എവിടെ? മനീഷ്
हाँ 7495 बागर कैसे ऐसे ना ना यहाँ से അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് JNUവിൽ വന്നു. അരമണിക്കൂർ കൊണ്ട് നമ്മൾ 138 രൂപയ്ക്ക് ഓടി. പക്ഷേങ്കിൽ എനിക്ക് അരമണിക്കൂർ വീണ്ടും ലോഗൗട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ വീഡിയോ അപ്ലോഡിങ് ഇട്ടേക്ക് വരുന്നേ. അപ്പോൾ അത് നെറ്റ് സ്ലോ ആയി. അത് കാരണം ഞാൻ അരമണിക്കൂർ ലോഗൗട്ട് ചെയ്ത് വീണ്ടും 10:30 ആയപ്പോൾ വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പം നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ഒരെണ്ണം കൃഷ്ണൻകട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് പിക്കപ്പ് ചെയ്യാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേ കയറിപ്പോൾ അപ്പുറം വഴി ജാമാണ്. ഓട്ടോക്കാരെല്ലാം നോക്കി നിൽക്കുക. ബൈക്കുകാരെല്ലാം വന്ന് ട്രിപ്പ് എടുത്തുകൊണ്ട് പോകുന്നു. ഓട്ടോക്കാർ നോക്കി നിൽക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഓട്ടോക്കാരെ കിട്ടത്തില്ല. മഴയ്ക്ക് ശേഷം ഓട്ടോക്കാർക്ക് ഭയങ്കര ഓട്ടോ ആയിരിക്കും. അവന്മാർ ഡബിൾ ചാർജും വാങ്ങിക്കും. ഈ പിക്കപ്പ് എടുക്കാൻ പോകണമെങ്കിൽ ഈ ചെളിക്കുണ്ടിനകത്തൂടെ പോകണം. ഇതുണ്ടല്ലോ മൊത്തം പായസമായിട്ട് കിടക്കുക റോഡ്. ഇതാണ് മഴ പെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ ഇവിടുത്തെ. അതുകൊണ്ട് ബൈക്ക് ടാക്സിക്കാർക്ക് ഗുണമുണ്ട്. ഈ ചെളിക്കകത്തോട് ആൾക്കാർക്ക് നടന്നു പോകാതിരിക്കാൻ വേണ്ടി അവർ വണ്ടി ബുക്ക് ചെയ്യും. ചെറിയ ദൂരമാണെങ്കിലും വണ്ടി ബുക്ക് ചെയ്യും. പണ്ടൊക്കെ 90കളിലൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ റോഡൊക്കെ ഇതുപോലല്ലായിരുന്നു. എൻ്റെ വീടിൻ്റെ അവിടുത്തേക്ക് മെയിൻ റോഡൊക്കെ ഇങ്ങനെയായിരുന്നു 90കളിൽ. ഇപ്പോൾ എല്ലാം അടിപൊളി റോഡുകളായി. ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴി ചാടി വേണമായിരുന്നു അന്നൊക്കെ വണ്ടി കൊണ്ട് പോകണമെങ്കിൽ. ഈ ചെളിക്കുണ്ടിനകത്തൂടെ വണ്ടി ചാടിപ്പോകുന്ന കാണാൻ തന്നെ ഒരു രസമായിരുന്നു. ഇവിടെയാണല്ലോ ലൊക്കേഷൻ. 9672. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് ഹോസ്കാസിൽ വിട്ട് നേരെ പോയി പെട്രോളൊക്കെ അടിച്ച് വീണ്ടും ലോഗിൻ ചെയ്ത് ഇപ്പോൾ അടിച്ചീനിലെത്തി. അടിച്ചീനിയിൽ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. മഹിബാൽപൂരിന് ഇപ്പുറം വസന്തകുഞ്ചിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. 70 രൂപ ട്രിപ്പ്. 9 കിലോമീറ്ററിന് 70 രൂപ. ഇതുവരെ നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് 230 രൂപയ്ക്കാണ് ഓടിയേക്കുന്നത്. നമ്മുടെ അടുത്ത പാസഞ്ചറിൻ്റെ ലൊക്കേഷൻ ഇതാണോ കളർ? കോഴിയുടെ കൂടയ്ക്ക് കളർ അടിച്ച പോലെ. 7643 ബൈറ്റി. .4 കിലോമീറ്റർ 22 മിനിറ്റ്.
അങ്ങനെ ഇപ്പോൾ സമയം 12:30 ഇതുവരെ നമ്മൾ 453 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. 7 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് വിട്ടിട്ട് മാൾവ്യ നഗറിലെത്തിയപ്പോൾ, മാൾവ്യ നഗർ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ സമയം 1 മണിയായി. ഇനി പോയി വീട്ടിൽ പോയി വെള്ളം കഴിച്ചിട്ട് 3 മണിയാകുമ്പോൾ ഇറങ്ങാം. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങി. അത് കാരണം അല്ലെങ്കിൽ ഈ ബൈക്ക് ടാക്സിക്കാർ നിൽക്കുന്ന നോക്കി എത്ര പേരാണ്. ഒരു സ്റ്റാൻഡ് തന്നെ ആക്കിയിട്ടുണ്ട് ഇവിടെ, ബൈക്ക് ടാക്സി സ്റ്റാൻഡ് ആക്കിയിട്ടുണ്ട്. കണ്ടിന്യൂ ഉള്ള വണ്ടി ഓടിയിൽ ക്ഷീണമാകും. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് 3 മണിക്ക് ഇറങ്ങിയിട്ട് ഇനി ബാക്കി ഓടാം. അങ്ങനെ ഇപ്പോൾ സമയം 8:30 ആയി. ഞാനിപ്പോൾ മുനീർക്കയിലാണുള്ളത്. ഇന്ന് മോർണിംഗിൽ 3.5 മണിക്കൂർ നമ്മൾ ഓടി 353 രൂപയ്ക്ക് ഓടിയിട്ട് എനിക്കൊരു അബദ്ധം പറ്റി. രാവിലെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് 1 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങാമെന്നോർത്ത് ഫുഡൊക്കെ കഴിച്ച് ചിലരും കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എണീക്കുന്നത് 4:30. പിന്നെ 4:30 എണീറ്റ് പേഷനിലോട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ 7:30 വീണ്ടും ഇറങ്ങി 1 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ 9 മണി വരെ ഇൻസെൻറ്റീവിന് ടൈം ഉണ്ടെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ 8 മണി വരെ ഉള്ളായിരുന്നു ഇൻസെൻറ്റീവിൻ്റെ ടൈം. അതുകൊണ്ട് ഇന്നത്തെ ഇൻസെൻറ്റീവ് ഗോൺ. ഇന്ന് 10 ട്രിപ്പ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. രാവിലെ തന്നെ 10 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകേണ്ടതായിരുന്നു. 8ൻ്റെ പണിയായിപ്പോൾ. അതുകൊണ്ട് 70 രൂപ പോലും ഇൻസെൻറ്റീവ് എടുക്കാൻ പറ്റിയില്ല ഇന്ന്. അപ്പം വൈകിട്ട് ഞാൻ നേപ്സറായിൽ നിന്നൊരു ട്രിപ്പ് എടുത്തിപ്പോൾ നേരെ മുനീർക്കെ വന്നു. അങ്ങനെ മുനീർക്ക മാർക്കറ്റിൽ നിന്ന് നമുക്കിപ്പോൾ നെക്സ്റ്റ് ഒരു ട്രിപ്പ് കിട്ടി INA മാർക്കറ്റിലേക്ക്. ഈ ഓരോരുത്തന്മാർ സ്കൂട്ടി കൊണ്ട് വെച്ചിട്ട് പോയേക്കുന്നുണ്ടല്ലേ, ക്രോസ് ആക്കി. അങ്ങനെ ഇതുവരെ നമ്മൾ 8 ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു. 539 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. ഇവിടെ നിന്നാണല്ലോ അടുത്ത ട്രിപ്പ്. കോൾ ചെയ്തേക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുമ്പിലാണ് പാസഞ്ചർ നിൽക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് നോക്കി നിൽക്കും. അപ്പോൾ വന്നു. അങ്ങനെ 39 രൂപയുടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു. സമയം കറക്റ്റ് 12 മണിയായി. അങ്ങനെ ഇന്ന് നമ്മൾ ടോട്ടൽ 18 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 1094 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. ഇന്നത്തെ പെട്രോൾ 250 പോയിട്ട് നമ്മുടെ ബാലൻസ് 844 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.